ഹായ് ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്ന് ഞങ്ങളും മറൈൻ മിറാക്കിൾസ് എന്നുള്ള എക്സ്പോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഉള്ളിൽ ഇതുപോലെ ഒരു സെറ്റിങ്സ് ആണ് കാണാനുള്ളത്. ഇത് കയറിയിട്ട് ചെല്ലുന്നത് കുറച്ചൊരു കൂളിംഗ് ഉള്ളൊരു സെറ്റിങ്സ് ആണ് കേട്ടോ. അതായത് ഒരു സ്നോ വേൾഡ് പോലത്തേക്ക് ഒരു സെറ്റിങ്സ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. അവിടെ കൂടുതലായിട്ട് അങ്ങനെ കാണാനൊന്നുമില്ല. ഇതുപോലെ ചെറിയ ഫൗണ്ടെയിൻസ്, വാട്ടർഫോൾസ് അങ്ങനെയൊക്കെയുള്ള സെറ്റിങ്സ് ആണ്. പിന്നെ കുട്ടികൾക്ക് കാണാനുള്ള കുറച്ച് ആനിമൽസ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ നമുക്ക് നിൽക്കാമെന്നുള്ളത് ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളിലായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് പറ്റിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഈ സെറ്റിങ്സ് കൂടുതലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, കുറച്ചൊരു ഡേഞ്ചറസ് തോന്നിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരു കടലിനടിയിലോട്ട് പോയ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ കുറേ മത്സ്യങ്ങൾ അവരവിടെ എക്സ്പോയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ പേര് പോലും അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പല മീനുകളും നമുക്ക് അറിയാത്ത, അതായത് എനിക്കതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ വന്നത് ഈ ഒരു മുതലിനെ കാണാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ മെർമെയ്ഡിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ എന്തായാലും കുറച്ചധികം നേരം നിന്ന് കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എത്തിയത് ഒരു പൂരപ്പറമ്പ് പോലുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. ഇതൊരു പൂരപ്പറമ്പാണോ എന്ന് തോന്നിപ്പോയി. പിന്നെ കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ബുക്കുകളുടെയും അതുപോലെ തന്നെ ഫുഡിൻ്റെയും ഒക്കെ കുറച്ച് സ്റ്റാളുകൾ. ഇതുപോലെയുള്ള യന്ത്രൂഞ്ഞാലും അങ്ങനെയുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ചെറുങ്ങനെയൊക്കെ ഒന്ന് കയറി. ലാൻഡ് വീലിൽ കയറണമെന്ന് മക്കൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേറെ ഒന്നത്തിൽ കാര്യം ഉണ്ടായിരുന്നു, അതിലൂടെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും തീർന്നു. ഭയങ്കര പേടിയായിട്ടോ. നന്ദു അമ്മ പേടിച്ച് കണ്ടിട്ട് ഞാനാകെ പെട്ടു എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പകുതിക്ക് ഞാൻ ഇറങ്ങി വരേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഈ റൈഡ് കയറി, അവന് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതത്ര സ്പീഡിലൊന്നും പോകുന്നതല്ല, വളരെ സ്ലോയിൽ പോകുന്നതാണ്. അപ്പോൾ അത് രസമുണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തം ഇത്രയൊക്കെയാണ് നമ്മളുടെ എക്സ്പോയിലുള്ളത്. എന്തായാലും 100 റുപ്പീസ് കുറച്ച് കൂടുതലാണ്. എന്നാലും വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്ക് വന്ന് കാണാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനുള്ള ഒരു എക്സ്പോ തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റ ബൈ, സീ യു.